എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഈ പുഴയും കടന്ന സീരിയലിലെ അരവിന്ദൻ്റെയും മക്കളുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ നിവിൻ കാവേരിയെ വിളിച്ച് ഒരു സ്ഥലം വരെ പോകണമെന്ന് പറയുന്നുണ്ട്. അത് അരവിന്ദൻ വാങ്ങിച്ചിട്ട ആ ഒരു എസ്റ്റേറ്റിലോട്ട് പോകണമെന്നാണ് പറയുന്നത്. അങ്ങനെ കാവേരിയും കൂട്ടിക്കൊണ്ട് അരവിന്ദൻ അങ്ങോട്ട് കാവേരിയും കൂട്ടിക്കൊണ്ട് നിവിൻ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് അരവിന്ദൻ വാങ്ങിച്ച സ്ഥലമാണെന്നുള്ള കാര്യം കാവേരി നിവിൻ്റെ അടുത്ത് പറയുന്നു. പക്ഷേ ഇത് ജയപാലനങ്ങളുടെ പേരിൽ എങ്ങനെ വന്നു എന്നാണ് കാവേരിക്കും നിവിനും അറിയാൻ വയ്യാത്തത്. അപ്പോൾ ഇത് നമുക്ക് സത്യം കണ്ടുപിടിക്കണമെന്ന് കാവേരി നിവിനോട് പറയുന്നു. ആ സമയത്താണ് ജയപാലൻ്റെ കാര്യസ്ഥൻ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ അയാൾ ഇവരെ രണ്ടുപേരെയും കാണുന്നുണ്ട്, കാവേരിയും നിവിനെയും. അതിനുശേഷം അയാളുടെ അടുത്ത് നിവിൻ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. സത്യം പറ, ഇത് ജയപാലൻ അങ്കിളിൻ്റെ പേരിലുള്ള വസ്തുവാണോ എന്ന് ചോദിക്കും. അതേ, ഇത് ജയപാലൻ സാറിൻ്റെ പേരിൽ വാങ്ങിച്ച 5 ഏക്കർ ഉണ്ടെന്ന് പറയും. പക്ഷേ ഇത് അരവിന്ദൻ അങ്കിൾ മേടിച്ചാണെന്നാണല്ലോ പറഞ്ഞതെന്ന് പറയും. പക്ഷേ അരവിന്ദൻ മേടിച്ചെന്നുള്ളത് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. സത്യം പറയാമെങ്കിൽ ഇത് എൻ്റെ അച്ഛൻ മേടിച്ച സ്ഥലമില്ലേ എന്ന് പറയും. പക്ഷേ ഇതെങ്ങനെയാണ് ജയപാലൻ അങ്കിളുടെ പേരിലായെന്ന് മാത്രം ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറയും. ഞങ്ങളിവിടെ മുമ്പ് വന്നിട്ടുള്ളതാണ്, അച്ഛൻ ഞങ്ങളെ കൊണ്ട് കാണിച്ചിട്ടുള്ളതാണെന്നൊക്കെ പറയും. മോളെ, എനിക്കിതിൻ്റെ സത്യമൊന്നും അറിയത്തില്ല. ഇതിപ്പോൾ ജയപാലൻ സാറിൻ്റെ പേരിലുള്ള വസ്തുവെന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ എന്ന് പറയും. കാവേരി അവിടെ ഇരുന്ന് അങ്ങ് കരയും. ആ വസ്തുവൊക്കെ നോക്കിക്കൊണ്ട് കാവേരി ഇരുന്ന് ഭയങ്കരമായിട്ടും കരയുമാണ്. അപ്പോൾ നിവിൻ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അയാളങ്ങ് പോവും. അപ്പം നിവിന് മനസ്സിലാവും ചിലപ്പോൾ കാവേരി ഉള്ളതുകൊണ്ടായിരിക്കും അയാളുടെ സത്യമൊന്നും പറയാറുന്നത്. എന്തായാലും അയാളെ നേരിൽ കണ്ട് സത്യം ഒന്ന് ചോദിക്കണമെന്ന് പറയും. അങ്ങനെ കാവേരി തിരിച്ച് വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് അയാളെ നിവിൻ കാണാൻ വരുന്നുണ്ട്. കാണാൻ വരുന്ന സമയത്ത് അയാളുടെ ചോദിക്കുന്നുണ്ട്, വസ്തു ആരുടെ കയ്യിൽ നിന്നാണ് മേടിച്ചതെന്നൊക്കെ ചോദിക്കും. അങ്ങനെ വാങ്ങിച്ച ആളുടെ പേരൊക്കെ നിവിനോട് പറയുകയാണ്. അങ്ങനെ അയാളെ കാണാൻ പോകാനായിട്ട് കാവേരിയും നിവിനും പോകാനായിട്ട് തയ്യാറാവുന്നുണ്ട്. അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ കാവേരി വീട്ടിൽ വന്നിരുന്ന് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കും. ആ സമയത്ത് നിളയെ അങ്ങോട്ട് വരും, എന്തോ ഡൗട്ട് ചോദിക്കാനായിട്ട്. കാവേരി ചേച്ചി ഇതൊന്ന് പറഞ്ഞു തരാമെന്ന് ചോദിക്കും. ഉടനെ കാവേരി പറയും, എനിക്കൊന്നും ഇത് പറ്റത്തില്ല, നീ ഒരു കാര്യം ചെയ്യുക, യമുനയോട് അങ്ങനെ ചെന്ന് ചോദിക്കാൻ പറയും. ഉടനെ ചേച്ചി എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നത്, അങ്ങനെ ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് ചോദിക്കും. എനിക്ക് പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞത്. അപ്പോഴത്തേക്ക് നമ്മുടെ രാധമ്മ അങ്ങോട്ട് വരും. എന്താ ഇവിടെ, ഞാനൊരു ഡൗട്ട് ചോദിച്ചത്, പക്ഷേ കാവേരി ചേച്ചി എന്നോട് ദേഷ്യപ്പെടുന്നു. എന്ത് പറ്റി കാവേരി, ഒന്ന് പോകുന്നുണ്ടോ എല്ലാവരും എന്ന് പറഞ്ഞ് കാവേരി ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് യമുനയൊക്കെ ചോദിക്കുമ്പോഴും കാവേരിയുടെ മൈൻഡ് ഇവിടെ അല്ല, കാവേരിയുടെ മനസ്സ് മുഴുവൻ ആ എസ്റ്റേറ്റിലാണ്. അച്ഛനെക്കുറിച്ചുള്ള സങ്കടവും വിഷമത്തിലൊക്കെയാണ് കാവേരി. ആ സമയത്ത് ശാരദയോട് വന്നിട്ട് പറയും, ശാരദേ, നിൻ്റെ മോൾക്ക് എന്ത് പറ്റി, അവൾ വന്നപ്പോൾ തൊട്ട് ഭയങ്കര ദേഷ്യത്തിലിരിക്കുകയെന്ന് പറയും. എന്താ ചോദിക്കാൻ പറയും. അവൾ ദേഷ്യത്തിരിക്കുകയാണ്, ഒന്നും ചോദിക്കാൻ പോകണ്ടമ്മേ, ദേഷ്യമൊക്കെ തണുത്ത് കഴിയുമ്പം അവൾ തന്നെ എന്തോ കാര്യമെന്നുള്ള കാര്യം പറഞ്ഞോളൂ എന്ന് പറയും. കാവേരിക്ക് ആ ഒരു വസ്തു എങ്ങനെയാണ് ജയപാലിൻ്റെ പേരിലായതെന്ന് അറിയാനുള്ള ഒരു ടെൻഷനാണ്. എങ്ങനെ എൻ്റെ സത്യം കണ്ടുപിടിക്കണം. ആ സമയത്താണ് നിവിൻ പറയുന്നത്, നമുക്ക് ആ വസ്തു അരവിന്ദൻ അങ്കിൾ വസ്തു മേടിച്ച ആളുടെ അടുത്ത് നമുക്ക് പോയി സംസാരിക്കാമെന്ന് പറയുന്നത്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഗംഗയും വിനീതിനെയാണ്. അങ്ങനെ ഗംഗയും കൂട്ടിക്കൊണ്ട് പുറത്തേക്കൊന്ന് പോകാൻ അച്ഛമ്മ പറയുന്നതനുസരിച്ച് സാരിയൊക്കെ എടുത്ത് ഗംഗ നല്ല സുന്ദരിയായിട്ട് വിനീതിൻ്റെ കൂടെ പോവുകയാണ്. അങ്ങനെ വിനീത് തയ്യക്കടലോട്ടാണ് ഗംഗയെ കൊണ്ടുപോകുന്നത്. പുറത്തോട്ട് വേറെ അങ്ങോട്ടും പോകാൻ അവർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് തയ്യക്കടലോട്ടാണ് പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ കുറേ നേരം ഗംഗയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ആ സമയത്ത് സലീമേട്ടനും ഉണ്ട് അവിടെ. അങ്ങനെ പറയും, ഒരു തയ്യൽ മെഷീൻ എടുത്ത് ഇവിടിട്ട് കഴിഞ്ഞാൽ ഗംഗയ്ക്കും എനിക്ക് ഇവിടുന്ന് തയ്ക്കാം, ഒത്തിരി ഓർഡറൊക്കെ നമുക്ക് വരുമെന്നൊക്കെ പറയും. ഗംഗയുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സ്ത്രീകളൊക്കെ കൊണ്ട് തയ്ക്കാനൊക്കെ വരുമെന്ന് പറയും. പിന്നെ വിനീതങ്ങ് സംസാരിക്കുകയാണ്. പക്ഷേ ഗംഗ അങ്ങനെ വലുതായിട്ടൊന്നും സംസാരിക്കുന്നൊന്നുമില്ല. ആ സമയത്ത് ഗംഗയുടെ മനസ്സ് മുഴുവൻ ഗൾഫിലോ മറ്റെവിടെയെങ്കിലും ഉള്ളൊരു പോയി താമസിക്കണം, അങ്ങനെ ഒരാളെ വിവാഹം കഴിക്കണമെന്നൊക്കെ ആയിരുന്നു വിനീതിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള ഗംഗയുടെ ആഗ്രഹങ്ങളൊക്കെ. അതൊക്കെയാണ് അരവിന്ദനോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇനി അത് നടക്കത്തില്ലല്ലോ. അങ്ങനെ ഗംഗ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് വിനീത് പറയും, എനിക്കൊരു കാര്യം ചെയ്യും, ഞാൻ പോയി ചായ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറയും. എനിക്കിപ്പോൾ ചായ ഒന്നും വേണ്ട. അത് ശരിയാവത്തില്ല, ഞാൻ പോയി ചായ മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിനീത് ചായ മേടിക്കാനായിട്ട് പോകുമ്പോൾ സലീമിക്ക പറയും, അത് വേണ്ട, നീ ഗംഗയായിട്ട് ഇവിടെ ഇരിക്കും, ഞാൻ പോയി ചായ മേടിക്കാമെന്ന് പറയും. അത് വേണ്ട, ഞാൻ മേടിച്ചുകൊണ്ട് വരാം, ഗംഗ അങ്ങോട്ടൊന്നും ഇറങ്ങി വരണ്ടെന്ന് പറയും. അങ്ങനെ ചായ മേടിക്കാനായിട്ട് വിനീത് പോവുകയാണ്. ആ സമയത്ത് സലീം വന്നിട്ട് പറയും, കണ്ടോ, ഗംഗയോട് വിനീതിന് ഭയങ്കര സ്നേഹമാണ്, എന്ത് കാര്യമായിട്ടാണ് ഗംഗയെക്കുറിച്ച് ഇവിടെ വന്ന് പറയുന്നതെന്നൊക്കെ അറിയാവോ എന്നൊക്കെ പറയും. ശരി, ഞാൻ പുറത്തോട്ട് നിൽക്കാമെന്ന് പറയാം. അങ്ങനെ ഗംഗ പുറത്തോട്ട് ആ ബാൽക്കണി ഭാഗത്തോട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ സുജാത, വിനീതിൻ്റെ അമ്മ, അങ്ങോട്ട് വരുന്നത്. ഗംഗയെ കാണുന്നതും അവരങ്ങ് രോഷാകുലയാവുകയാണ്. ഓ, കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴേ നീ എൻ്റെ മകൻ്റെ കട കൈയടക്കാൻ വന്നു ഇല്ലേടി, നീ എന്താണ് എന്നെക്കുറിച്ച് കരുതിയത്? ഞാൻ എൻ്റെ മോനെ നിനക്ക് പൂർണ്ണമായിട്ട് വിട്ടു തന്നു. അവനെ ഇത്രയും വളർത്തി വലുതാക്കി ആളാക്കിയത് ഞാനാടി. അച്ഛനില്ലാത്ത അവനെയും കഷ്ടപ്പെട്ട് ഈ നിലയിലാക്കിയെടുത്ത ഞാൻ. ഇന്ന് അവൻ്റെ സമ്പാദ്യം മുഴുവൻ ഊറ്റിയെടുക്കുന്ന നീ നിൻ്റെ കുടുംബത്തിലുള്ളവരും കൂടി അല്ലേടി. നിനക്ക് മുമ്പ് എൻ്റെ മകനെ വേണ്ടായിരുന്നല്ലോ. അച്ഛയ്ക്കും അപ്പച്ചി പ്ലീസ്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയും. നിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്കറിയാമടി. എൻ്റെ മോൻ്റെ സമ്പാദ്യം മുഴുവൻ നിൻ്റെ വീട്ടിൽ നിൻ്റെ അമ്മയ്ക്കും സഹോദരിമാർക്കും കൊണ്ട് കൊടുക്കുമില്ലയോ നിൻ്റെ ഉദ്ദേശം, എനിക്കറിയാം. ഇത് അധികം നാളും ഇങ്ങനെ വെച്ച് അനുഭവിക്കാമെന്ന് നീ കരുതണ്ടടി എന്നൊക്കെ പറഞ്ഞ് ഗംഗയെ അങ്ങ് ശപിക്കുന്നുണ്ട്. ആ സമയത്ത് ഗംഗയും കരയുന്നുണ്ട്. അങ്ങനെ ആൾക്കാരൊക്കെ നോക്കുകയാണ്.
അപ്പോഴത്തേക്ക് ഗംഗ പറയുന്നുണ്ട്, അപ്പച്ചി ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇങ്ങൊന്നും പറയരുത്. ശ്രദ്ധിക്കട്ടെടി, എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെ ഞാനീ പറയുന്നത്. നിനക്ക് മുമ്പെൻ്റെ മോനെ വേണ്ടായിരുന്നല്ലോ. നിൻ്റെ അച്ഛൻ ഗൾഫുകാരനായിരുന്നപ്പോൾ നിനക്ക് പണവും പത്രാസും ഉണ്ടായിരുന്നു. അന്ന് തയ്യക്കടക്കാരനായ എൻ്റെ മോനെ വേണ്ട. പിന്നെ നിനക്ക് രണ്ടാം കെട്ടുകാരൻ വന്നല്ലോ, അപ്പോൾ ആ കല്യാണം മുടങ്ങി. അപ്പോൾ നിന്നെ കല്യാണവും നടക്കാതെ നീ കെട്ടാച്ചരക്കാട് നിന്നപ്പോൾ നിനക്ക് എൻ്റെ മോനെ വേണം ഇല്ലയോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഗയോടങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. ഗംഗയ്ക്ക് എന്തു പറയണമെന്ന് അറിയത്തില്ല. ഗംഗ അവിടെ നിന്നിങ്ങനെ വിഷമിക്കുകയാണ്, കരയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സലീം അങ്ങോട്ട് വന്നിട്ട് പറയും, എന്തൊക്കെയാണ് സുജാത ചേച്ചി പറയുന്നത്, ഈ സമയത്ത് ഇങ്ങൊന്നും പറയരുതെന്ന് പറയും. ഞാൻ പറയും, കാരണം എൻ്റെ മനസ്സ് അത്ര എരിയുന്നുണ്ടെന്ന് പറയും. അങ്ങനെ ഗംഗ താലിമാലയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഇങ്ങോട്ട് സുജാത വന്നിട്ട് താലിമാലയിൽ ഇങ്ങനെ പിടിച്ചു പറയും, ഈ താലി അധിക നാൾ നിൻ്റെ കഴുത്തിൽ ഇട്ടേക്കാൻ നീ കരുതേണ്ടത്. ഇത് കെട്ടി എൻ്റെ മോനെ കൊണ്ട് തന്നെ ഇത് അഴിപ്പിച്ച് ഞാൻ എൻ്റെ മോനെ തിരിച്ചെൻ്റെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോകും, നീ നോക്കിയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഗയെ ശപിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഗംഗ പെട്ടെന്ന് ഇങ്ങനെ പേടിച്ചിങ്ങനെ നിൽക്കും. അതിനുശേഷം അവരങ്ങ് ഇറങ്ങി പോവുകയാണ്. അപ്പോഴത്തേക്ക് ഗംഗ കരഞ്ഞുകൊണ്ടങ്ങ് തിരിച്ചങ്ങ് വീട്ടിലോട്ടങ്ങ് പോകും. ആ സമയത്താണ് വിനീത് അങ്ങോട്ട് വരുന്നത്. വിനീത് വന്നിട്ട് ചോദിക്കും, ഗംഗ എവിടെ? ഗംഗ അങ്ങ് പോയെന്ന് പറയും. പോയോ? എങ്ങോട്ട് പോയി? അത് നിൻ്റെ അമ്മ വന്നിരുന്നു, സുജാ ചേച്ചി വന്ന് ഗംഗയോട് ഒത്തിരി ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ചു, ആ സങ്കടം സഹിക്കാൻ വയ്യാതെ അവൾ ഇവിടുന്ന് പോയെന്ന് പറയും. അപ്പോഴത്തേക്ക് വിനീതനങ്ങ് ഭയങ്കര സങ്കടമാവും. അപ്പോഴത്തേക്ക് നിവിനും അങ്ങോട്ട് വരികയാണ്. ആ സമയത്ത് എനിക്ക് അമ്മ എന്തായി കാണിക്കുന്നത്, ഗംഗ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഗംഗയോട് ഇത്ര ദേഷ്യം കാണിക്കുകയാണെന്ന് ചോദിക്കും. നിൻ്റെ അമ്മയുടെ നോട്ടത്തിൽ ഗംഗ നിന്നെ വളച്ചെടുത്തുകൊണ്ട് വന്നുള്ള രീതിയിലാണ് സംസാരിച്ചതെന്ന് പറയും. നിനക്ക് ഗംഗയോട് ഇഷ്ടം അവർക്ക് എന്തായാലും അറിയാം. അപ്പം നമ്മൾ നിവിനും പറയുന്നുണ്ട്, അത് ശരി, അന്ന് വീട്ടിൽ നിന്ന് ഞാനാണല്ലോ, ഞാനും കാവേരിയും കൂടി ചേർന്നാണല്ലോ ഇവനെ കല്യാണ മണ്ഡപത്തിൽ എത്തിച്ചത്, അതുകൊണ്ട് എന്നോട് നല്ല ദേഷ്യമുണ്ടെന്ന് പറയും. എന്തായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു, നീ വീട്ടിലോട്ട് ചെന്ന് ഗംഗയെ എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കുക, ആ കുട്ടി കരഞ്ഞുകൊണ്ടാണ് പോയെന്ന് പറയും. അങ്ങനെ വിനീതിന് ഗംഗ സങ്കടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. അങ്ങനെ ഗംഗയെ ആശ്വസിപ്പിക്കാനായിട്ട് വിനീത് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാവേരി ഈ വിഷമിച്ചിരിക്കുന്നതാണ് കാണുന്നത്, കാരണം അച്ഛൻ്റെ ഓർമ്മയിൽ. അപ്പം എങ്ങനെയെങ്കിലും നിവിനെയും കൂട്ടിക്കൊണ്ട് പോയി വസ്തു കൊടുത്ത ആളുടെ സംസാരിക്കാനായിട്ടൊക്കെയാണ് കാവേരി ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.